ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് പ്രോസസ്ഡ്. അപ്പോൾ ദോശയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത്. ഇന്നൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ തിന്നുകൊണ്ടിരിക്കുമ്പോൾ വാപ്പയും ഉമ്മച്ചിയും പറഞ്ഞു പോയി ഒരുങ്ങുക, നമുക്ക് ബീച്ചിൽ പോകാമെന്ന്. ഇതങ്ങനെ ഞങ്ങൾ കെട്ടും കിടക്കൊക്കെ എടുത്തോണ്ടും പോയി ഗൈസ്. നമ്മുടെ ബീച്ചിൽ കെട്ടും കിടക്കല്ല, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബീച്ചിലോട്ട്. ബീച്ചിൽ പോയപ്പോൾ പിന്നെ അറിയാമല്ലോ, മുല്ലക്കല തിരക്ക് തീർന്നു. ഇപ്പോൾ ബീച്ചിലാണ്. ഇപ്പോൾ ഇത് കാണുന്ന 120 സെക്കൻഡ് നിന്ന് എത്രയോ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് നിന്നാൽ 1000 രൂപ കിട്ടുമെന്ന്. പിന്നെ ഞങ്ങളിത് ഈ ഒരു മറയാന വേൾഡ് നമ്മൾ കഴിഞ്ഞ വട്ടം കയറിയതാണ്. ഈ വട്ടം മത്സ്യകന്യകയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഇത് കണ്ടോ ഗൈസ്, പട്ടിയാണ്. ഇത് റോബോട്ടിൻ്റെ പട്ടിയാണ്, നല്ല റോബോട്ട് പട്ടിയാണ് ഗൈസ്. റിത ഹായൊക്കെ കൊടുത്തു. അത് ഹായൊക്കെ കൊടുക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ കൊടുത്താൽ കൈയൊക്കെ തരും. പക്ഷേ റിതാപ്പിക്ക് ഭയങ്കര പേടി കേട്ടോ. റിതാപ്പിനെ കുറേ വട്ടം ഞങ്ങൾ ശ്രമിപ്പിച്ച് നോക്കി, പക്ഷേ അത് റിതാപ്പി പക്ഷേ ഹായൊക്കെ എനിക്ക് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം റിതാപ്പി എത്ര നോക്കിയിട്ട് റിതാപ്പിക്ക് ഒരു പേടി ഗീസ്, അത് വല്ലതും ചെയ്യുന്നത്. പക്ഷെ കുറേ പിള്ളേർക്ക് അത് ഹായും ഷെയ്ക്ക് ഹാൻഡും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ റിതാപ്പിയുടെ പേടി മാറുന്നില്ല. ഞങ്ങൾ കുറേ ശ്രമിച്ച് നോക്കി. പിന്നെ ഒരു കൊച്ച് പിടിച്ച്, അപ്പോൾ റിതാപ്പി ഒന്ന് കൂടെ പിടിച്ച് ഇത് മതി എന്ന് പറഞ്ഞു. പിന്നെ വേറെ റോബോട്ടൊക്കെ ഉണ്ട്, അത് റെസ്റ്റിലാണ് കേട്ടോ എല്ലാം. അപ്പം നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഞങ്ങൾ അകത്തോട്ട് ആ മത്സ്യകന്യകയുടെ കാര്യം നോക്കാനാണ് പോയത്. അപ്പോൾ അതേ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേന് ഇങ്ങനെ കുറേ പൂക്കളമൊക്കെ കെട്ടി നല്ല ഡെക്കറേഷനാണ് കേട്ടോ. 2-3 ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചു. ഫോട്ടോ എടുത്ത് പണി കിട്ടിയ കാര്യം ഞാൻ പറയാം കേട്ടോ വഴിയെ. പിന്നെ മഞ്ഞാണ്, ഇത് റിയൽ മഞ്ഞല്ല കേട്ടോ, ഇത് ആർട്ടിഫിഷ്യലാണ്. പക്ഷേ ആർട്ടിഫിഷ്യലായിട്ടും റിയലായിട്ട് ചിലതൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഈ സ്നോ കൊണ്ടുള്ള കുറേ വീടുകളൊക്കെ കണ്ടു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളുടെ ചാർജ് എന്ന് പറയുമ്പോൾ 120 രൂപ കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും ടിക്കറ്റൊക്കെ എടുത്ത് കയറി. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ തണുത്ത കാറ്റിങ്ങനെ അവർ വീശും. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ, നമ്മുടെ ആപ്പിൾ മരം. പിന്നെ ഇത് കണ്ടോ ഗൈസ്, നിറച്ചിങ്ങനെ പൂവൊക്കെ ആർട്ടിഫിഷ്യലാണ് എല്ലാം, പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ ഇടയ്ക്ക് ഐസ്ക്രീമിൻ്റെ ഓരോ ജംഗ്ഷൻ കഴിയുമ്പോൾ ഐസ്ക്രീമും പോപ്കോണും ഒക്കെ ഉണ്ട്. അപ്പം അത് ഒന്നും ഞങ്ങളധികം മൈൻഡ് ചെയ്തില്ല. ഞങ്ങളിത് കാണാൻ വന്നാൽ ഇതിൻ്റെ പുറകെയായിരുന്നു. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ തന്നെ മറയാന വേൾഡിൽ ഇങ്ങനത്തെ മീനിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ ഇച്ചിരി മാറിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയത് ഗൈസ്. കാല് നന്നായിട്ട് തൊലി പൊട്ടിയിട്ട് ചോര ചാടി ഗൈസ്. ഞാൻ എവിടെയാണ്ട പോയി നിന്ന് ഫോട്ടോ എടുത്ത കേട്ടോ, എവിടെയാണ്ട തകർത്തി കൊണ്ടതാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം എൻ്റെ കാല്. ഞാനിപ്പോൾ മത്സ്യകന്യനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മത്സ്യകന്യനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. കാരണം ഞാൻ ആദ്യം റിയലാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഇത്രയും നേരം അവരെങ്ങനെ നിൽക്കുന്നു. ഈ കൊച്ചു പിള്ളേരോടൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. ഇങ്ങനെ ലവൊക്കെ കൊടുക്കുന്നു, ഹായൊക്കെ കൊടുക്കുന്നു. ഞാനൊക്കെ ഹായൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു റിയലാണോ ഇനി അല്ലേ അങ്ങനെയൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എത്ര നേരം കിടക്കും, കൈ മരവിക്കത്തില്ല, ഒരുപാട് ഡൗട്ട്സ് ആയിരുന്നു കേട്ടോ എനിക്ക്. നിങ്ങളും എന്തായാലും ഉറപ്പായിട്ടും വരേണ്ടത് കേട്ടോ. ഇങ്ങനെയൊക്കെ നീന്തുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ റിയൽ മത്സ്യകന്യക പോകുന്ന കണക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. റിതാപ്പി കണ്ടപ്പോൾ തന്നെ അന്തം മിരിങ്ങിയത് കണക്ക് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ അതിൻ്റെ ഇങ്ങനെ ചാടി വരുന്നതും ഒക്കെ ഓക്സിജൻ ലെവലിൻ്റെ ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ പോകുന്ന കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക വൈബാണ് കേസ് അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾ ആലപ്പുഴ വരുമ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബീച്ചിൽ ഈ ഫെസ്റ്റിവൽ. ഇത് January 5th January 5th ആണെന്ന് അറിയത്തില്ല, ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ അവിടെ പിന്നെ ഈ ടേബിളും സോഫായും ഒക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോർണറിലോട്ടാണ് നമ്മൾ വന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഈ സോഫയൊക്കെ കാണാൻ. നമ്മളെല്ലാം കണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് റിതാപ്പി അവിടെയൊക്കെ കയറി ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളധികമൊന്നും റിതാപ്പിനെ മൈൻഡ് ഇല്ല. കാരണം റിതാപ്പി മൈൻഡ് ചെയ്താൽ അത് വേണം ഇത് വേണമെന്ന്. ഇത് വാങ്ങിച്ചു കൊടുക്കുന്നതല്ല ഗൈസ്,
വീട്ടിൽ കൊണ്ടുവന്നിട്ട് 2 മിനിറ്റ് കൊണ്ട് അവൾ നശിപ്പിച്ച് കയ്യിൽ തരും. അത് കാരണമാണ് ഞങ്ങൾ ഇതാക്കാത്തത്. ഒരു കളിപ്പാട്ടം കണ്ടിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു. പിന്നെ പഴയ കാലത്തെ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ. പക്ഷേ നമ്മുടെ കാലത്തൊന്നും അല്ല, അതിൻ്റെ മേളിൽ ഉമ്മച്ചിയും പപ്പയൊക്കെ പറയായിരുന്നു ഇത് ഞങ്ങളുടെ കാലത്തെയാണ്, ഇതാണ്. ഈ കളിപ്പാട്ടത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ വഴക്ക. മീൻ്റെ ഞാൻ കാണിച്ചു തന്നില്ല, പെട്ടെന്ന് ഞാൻ പോയത് അതാണ്. അല്ലായിരുന്നെങ്കിൽ അതിൽ പിടിച്ചേന്, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ ഒരു സ്ഥലത്തോട്ട് വന്നു കേട്ടോ. നിറയെ അച്ചാറുണ്ട്, പക്ഷേ എനിക്കെന്തോ അച്ചാർ കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കടകളുണ്ട് കേട്ടോ. ഇങ്ങനെ നിർത്താൻ പറ്റാത്ത രീതിയിൽ കുറേ ഡ്രസ്സ്, വേറെ ഫർണിച്ചർ, ബാഗ്, വാച്ച്, അങ്ങനെ. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്നൊന്നും മേടിച്ചില്ല, കാരണം എൻ്റെ കാല് പൊട്ടി കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും മേടിക്കണ്ട. റിദാപ്പി പറഞ്ഞു കരിമ്പും ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു റിദാപ്പി എനിക്ക് വേണ്ട, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കാണിച്ചു കൊടുക്കുമായിരുന്നു. എൻ്റെ കാല് കണ്ടോ ഗൈസ്, ഇതായിരുന്നു എൻ്റെ കാലിൻ്റെ അവസ്ഥ. അങ്ങോട്ട് തൊലി പൊട്ടിയിരിക്കുവാണ്. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ റിദാപ്പി പറഞ്ഞു എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ കട്ട്ലേറ്റും മുളക് ബജിയൊക്കെ മേടിച്ചിട്ട് ഞാൻ ഉമ്മ ഉമ്മ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണം. ആ മുളക് ബജി പോലും എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ഈ അത്രയ്ക്ക് വേദനയായിരുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.